അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല വണ്ണമുള്ളവർക്ക് ചുരിദാറിൻ്റെ പാൻറ്റ് തയ്ക്കുന്നതാണ്, ലൂസ് പാൻറ്റ് തയ്ക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഇതേമാതിരിയുള്ള നമ്മുടെ ഇടുന്ന ഉള്ളവർക്കുള്ള കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് പാൻറ്റ്. അപ്പോൾ ഇതേമാതിരി പാൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അളവും വണ്ണം എടുക്കണ്ട, ഇറക്കം എടുത്താൽ മതി. വണ്ണം എടുക്കുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ പീസ് എടുത്തതിന് ശേഷം മൊത്തത്തിൽ അങ്ങ് മടക്കത്തിടുക. ഈ ഭാഗത്താണ് നമ്മൾ ഇത് വെച്ച് പിടിപ്പിക്കുന്നത്, കട്ട് പീസ് വെച്ച് പിടിപ്പിക്കുന്നത്. കണ്ട ആ ഭാഗത്ത്. അപ്പം ഇത് ആകുമ്പോൾ പൊട്ടിപ്പോത്തതേ ഇല്ല, കീറത്തും ഇല്ല, നല്ല ലൂസായിട്ട് കിടന്നോളും. നല്ല വണ്ണമുള്ളവർക്കും കണ്ട ഇങ്ങനെ കണ്ട ഇവിടെ വെച്ച് തയ്ക്കുന്നത്. ഇപ്പം ഇനിയും ഇത് തുണി എടുക്കുന്നത് അളവ് പാൻറ്റിനെ രണ്ടായിട്ട് അങ്ങ് മടക്കി ഇടുക. ഇതേമാതിരി മടക്കി ഇട്ടതിന് ശേഷം ഇനി നമുക്ക് തുണി എടുക്കാം. ഇവിടെ ഇങ്ങോട്ട് ഇറക്കമൊക്കെ എടുക്കണം. പിന്നെ തുണി എടുത്ത് ആണ് ഇത് ചുരിദാറിൻ്റെ മെറ്റീരിയലിൻ്റെ പാൻറ്റാണ്. ടോപ്പിൻ്റെ അല്ല, ഇറക്കം പാൻറ്റിൻ്റെ തുണിയാണിത്. തുണി രണ്ടായിട്ട് വക്കുഭാഗവും വെച്ച് മടക്കണം. മൊത്തത്തിൽ മടക്കിയതിന് ശേഷം രണ്ടായിട്ട് മടക്കണം. ഇതേമാതിരി കറക്റ്റ് രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം മുകളിലും താഴെയായിട്ട് രണ്ട് പീസായിട്ട് വെക്കണം. നമുക്ക് ഇറക്കം എടുക്കാം. മൊത്തത്തിൽ എങ്ങനെ എടുത്തിട്ടുണ്ട്. കയറിയ ഇറക്കം ഉണ്ടെങ്കിൽ അതൊന്ന് ഷേപ്പ് എടുത്ത് നോക്കണം. ഷേപ്പ് ഇത് വെച്ചതിന് ശേഷം കട്ട് ചെയ്യണം. ഇറക്കം എടുക്കുന്ന ഈ ഭാഗത്ത്, നമ്മുടെ ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത്, വേസ്റ്റിന് താഴെ സീറ്റിൻ്റെ ഭാഗം ആണിത്. 1/2 ഇഞ്ച് മുകളിലോട്ട് നിർത്തിക്കൊണ്ട് ഇങ്ങനെ എടുത്ത് താഴ്ഭാഗത്ത് കൊണ്ടുവന്നിട്ട് എത്ര ഇറക്കം ഉണ്ടെന്ന് നോക്കണം. ഇതിപ്പോൾ 31 ഇഞ്ച് ഇറക്കമുണ്ട്. 31ൻ്റെ കൂടെ 2 ഇഞ്ച് അങ്ങ് കൂട്ടാം മടക്കി തയ്ക്കാൻ. 1.5 ഇഞ്ച് അടിഭാഗത്ത് മടക്കി തയ്ക്കുക. 1/2 ഇഞ്ച് മുകളിൽ ഇട്ടിട്ടുണ്ട്. 1/2 ഇഞ്ച് മുകളിൽ എങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇച്ചിരി ശകലവും കൂടെ ഇട്ട് കൊടുക്കാം. വേണ്ട 2 പീസായിട്ട് ഇതായിട്ടിട്ട് സ്കെയിൽ വെച്ച് നമുക്കിതൊന്ന് വരച്ചതിന് ശേഷം ഇതിൻ്റെ കയറിയിറക്കമുള്ള ഭാഗം വെട്ടിക്കളയണം. അതിനുശേഷം ഈ അടിഭാഗത്ത് നിന്ന് നമുക്ക് എടുക്കാം. ഈ അടിഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തു നിന്ന്, തുറന്ന ഭാഗത്തു നിന്ന് എടുത്ത് അപ്പുറത്ത് ഭാഗം മടക്ക് ഭാഗമാണ്. ഈ ഭാഗം മടക്ക് ഭാഗം. അപ്പം നമുക്ക് ഇച്ചിരി തുണി വേസ്റ്റിൻ്റെ ഭാഗത്ത് മേളിലോട്ട് തയ്ക്കാനുള്ള ഭാഗം അവിടെ കിട്ടും. മടക്ക് ഭാഗം ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി തുണി നല്ലോണക്ക് നീളത്തിൽ കിട്ടുന്നതാണ്. 31 ഇഞ്ചിൻ്റെ കൂടെ 31.5 എടുത്തിട്ടുണ്ട്. അവിടെ അടി തയ്ക്കാനുള്ള തയ്യൽ തുമ്പ്. അതിൻ്റെ മുകൾ ഭാഗത്ത് അതങ്ങ് കറക്റ്റായിട്ട് വെച്ചങ്ങ് വെട്ടിക്കൊടുക്കാം. ഈ കാലിൻ്റെ വണ്ണം എടുക്കണം. 8.5 ഇഞ്ചുണ്ട്, 9.5 10 ഇഞ്ചോ എടുക്കണം കാലിൻ്റെ അടിഭാഗത്താണ്. ഈ മടക്ക് ഭാഗത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ കാലിൻ്റെ ഭാഗമാണ് ഇത്. മറ്റേ ഭാഗം നമ്മുടെ സീറ്റിൻ്റെ ഭാഗം എടുത്തേക്കുന്നത്. 1.5 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പാണ് ഇവിടെ മടക്കി വെക്കുന്ന ഭാഗം അടയാളം ചെയ്യുന്നത്. ഈ അടയാളം മടക്കി തയ്ക്കാനുള്ള ഭാഗമാണ്. അവരവരുടെ ഇറക്കം എത്രയെന്ന് വെച്ചാൽ അതെടുക്കണം. ഇവിടെ ഒരു ചരിവ് കൊടുക്കണം. ഇവിടെ 8.5 ഇഞ്ച് അടുത്തല്ല ചരിവ് കൊടുക്കേണ്ടത്. 9.5 എടുത്തോ 10ൻ്റെ അടുത്തോ ആണ് കൊടുക്കേണ്ടത്. 8.5 അവിടെ നമ്മൾ തയ്യൽ തുമ്പാണ്, ആ ഭാഗത്താണ് ചരിവ് കൊടുക്കണം. ആദ്യം വരച്ച ഭാഗമല്ല. ഇനി നമുക്ക് സീറ്റിൻ്റെ അപ്പുറത്തെ സൈഡ് വണ്ണമുള്ള ഭാഗം എടുക്കത്തില്ല, പ്ലീറ്റ് വെക്കാനുള്ള ഭാഗം. അവിടെ 11 ഇഞ്ചാണ് ഇറക്കം
അടയാളം ചെയ്യേണ്ടത്. 11 ഇഞ്ച്. പാൻറ്റിൻ്റെ അളവ് പാൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ അത്രയും 11 ഇഞ്ചാണ് ഞാൻ അടയാളം ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ സീറ്റിൻ്റെ ലെങ്ത് ആണ് അവിടെ വണ്ണമുള്ള. ഇവിടെയാണ് നമ്മൾ ഗസറ്റ് വെച്ച് കൊടുക്കുന്നത്, തയ്ച്ച് കൊടുക്കുക. അതാണ്ട് ഇതേമാതിരി അങ്ങ് നേരെ അങ്ങ് വരച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതാണ്ട ഇതേമാതിരി ഒരു ചെറിയൊരു കർവിട്ട് കൊടുക്കുക. അതാണ്ട ഇതാണ് മുകൾ ഭാഗം. ഇറക്കം എടുത്ത് അതിന് ശേഷം മടക്കി തയ്ക്കാനുള്ള തുണിയെടുത്ത് പിന്നെ സീറ്റിൻ്റെ ഭാഗത്ത് എടുത്ത് ഇത് കട്ട് ചെയ്യുവാണ്. ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം തിരിച്ചിങ്ങനെ വെച്ച് മൊത്തം അങ്ങ് വെട്ടിയെടുക്കാം. ഇവിടെ ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ മടക്കി തയ്ക്കുന്ന ഭാഗമാണ്. ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക. ഇവരുടെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടതാണ് അവിടുത്തെ സെൻറ്റർ അറിയാൻ. നമുക്കത് മടക്കി വെച്ചതിന് ശേഷം മറ്റേ ഇതെടുക്കുക. ഇതാണ്ട് ഇനി വേസ്റ്റിൻ്റെ വേസ്റ്റ് ലെങ്താണ് എടുക്കുന്നത്. നമ്മുടെ വള്ളിയൊക്കെ വെച്ച് കൊടുക്കാനുള്ളത്. ഇതിനും 2 ഇഞ്ച് അധികം ഇടണം. 6 ഇഞ്ചുണ്ട്, 8 ഇഞ്ച്. ഇതിപ്പോൾ മടക്കി ഇട്ടതിന് ശേഷം 4 എടുത്തേക്കുന്നത്. 8 ഇഞ്ചാണ് മൊത്തത്തിൽ വേണ്ടുന്നത്. അതിൻ്റെ കൂടെ പിന്നെ 1.5 ഇഞ്ച് മുകളിൽ മടക്കി തയ്ക്കാനും അടിഭാഗം 1/2 ഇഞ്ച് മടക്കി തയ്ക്കാനും ഉണ്ട്. ഇനി ഇതിന് മുഴുക്കത്തില്ല. മടക്കി ഇട്ടതിന് ശേഷം 21 ഇഞ്ചേ ഉള്ളൂ. ഈ മടക്കി ഇട്ടതിന് ശേഷം 21 പോരാ, 25 ഇഞ്ച് 26 ഇഞ്ച് നല്ല വണ്ണമുള്ളവരായത് കൊണ്ട് 25 ഇഞ്ചുണ്ട്. ബാക്കിയുള്ള തുണി നമുക്ക് ഈ പിന്നെ പാൻറ്റിൻ്റെ സൈഡിൽ നമ്മൾ വെട്ടിയില്ലയോ, ആ തുണി എടുത്തതിന് ശേഷം അങ്ങോട്ട് വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. വേണ്ട ഈ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന തുണി എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ചതിന് ശേഷം കറക്റ്റ് അളവ് വെച്ച് നോക്കണം. ശകലവും കൂടെ 1-1.5 ഇഞ്ചോ കൂടെ കൂട്ടിയെടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ 21 വേണം, 25 എടുത്ത്. ഇതിപ്പം 27 ഇഞ്ച് എടുത്ത് ഞാൻ 26.5 27 ഇഞ്ച് എടുക്കണം. കാരണം തയ്യൽ തുമ്പ് അധികം ഇട്ട് കൊടുക്കണം. 27 ഇഞ്ചാണ് വെച്ചെടുക്കുന്നത്. അവിടെ 2-3 ഭാഗത്ത് തയ്യൽ തുമ്പ് വരും. നേരെ അങ്ങ് വരച്ചിട്ട് വെട്ടാം. അതിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞ് ഇത് അങ്ങ് മടക്കി വെക്കാം. ഇനി നമുക്ക് ഇതിന് വെക്കുന്ന ആ ഗസറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ കട്ട് പീസ്. ഇപ്പം നമ്മുടെ ഈ വെട്ടിയൻ്റെ ബാലൻസ് തുണി തന്നെ എടുത്തതിന് ശേഷം രണ്ടായിട്ട് മടക്കണം. അതൊക്കെ ഒരു കോണ് വെച്ചിട്ട് ഒന്ന് മടക്കണം. ഇതേമാതിരി ഒരു കോണ് വെച്ച് ഇങ്ങനെ മടക്കിയതിന് ശേഷം ആവശ്യത്തിന് ഇറക്കം എടുക്കുക. ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ എടുക്കാം. ഇപ്പം ഞാനൊരു 5 ഇഞ്ച് എടുത്തതിന് ശേഷം ഒരു 4 ഇഞ്ച് അല്ലാതെ മടക്കി ഇട്ടതിന് ശേഷം 4 ഇഞ്ചും കൂടെ എടുത്തിട്ടുണ്ട്. ഉണ്ടോ ഇതേമാതിരി അങ്ങ് ഒന്ന് ഷേപ്പ് ചെയ്യുക. ശകലം ഒന്ന് കർവ് ചെയ്ത് വേണ്ട. ഇതാണ് നമ്മുടെ ലൂസായിട്ട് കിടക്കുന്ന പാൻറ്റിന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി ഉള്ള ഇതിപ്പോൾ വള്ളി ആ ഭാഗം തന്നെ നമുക്കെടുത്ത് ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് വള്ളി എടുക്കാം. ഇത് വള്ളി തയ്ക്കാനുള്ളത് രണ്ടായിട്ട് എടുത്താലേ യോജിപ്പിച്ച് വേണം വള്ളി തയ്ക്കാനും. അങ്ങനെ അതെല്ലാം വെട്ടി തീർന്ന് ഇനി നമുക്ക് മെഷീനകത്തോട്ട് പോയി തയ്ക്കാം തുടങ്ങാം. ഈ ഗസറ്റ് ആദ്യം നമുക്ക് ഗസറ്റ് തന്നെ അങ്ങ് തയ്ക്കാം. ആ കോതെന്ന് പറയും, ഗസറ്റ് എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്തോന്ന് അറിയത്തില്ല പറയുന്നത്. അല്ലെങ്കിൽ കട്ട് പീസ്. തുണിയുടെ ആ വേസ്റ്റ് ഭാഗം, ആ സീറ്റിൻ്റെ ഭാഗം എടുത്തതിന് ശേഷം നല്ല വശവും ചീത്ത വശവും നോക്കണം. നോക്കിയതിന് ശേഷം ഇതും നോക്കിയിട്ട് ആ മൂല നമ്മൾ ആദ്യം വെട്ടിയില്ലേ, ആ കോണ് മാതിരിയുള്ള ഭാഗം മുകളിൽ വെച്ചിട്ട് ആ സീറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം വെച്ച് ഇങ്ങനെ വെച്ച് കൂട്ടി യോജിപ്പിക്കണം. ആ ചെറിയൊരു കട്ട് പീസ് എടുത്ത് ഇതേമാതിരി ഇവിടെ വെച്ച് അങ്ങ് കൂട്ടി യോജിപ്പിക്കണം. എന്നിട്ടൊന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കണം. അങ്ങനെ അത് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ.
കണ്ട കണ്ട. ഇനി അതൊന്ന് പതിച്ച് തയ്ക്കണം. പതിച്ച് വെച്ചിട്ട് ഈ മറ്റേ പീസിനകത്തോട്ട് ഈ മറ്റേ പീസിനകത്തോട്ട് ഇത് വെച്ച് കൂട്ടി യോജിപ്പിക്കാം. പതിച്ചും തയ്ച്ചതിന് ശേഷം ഇത് ഈ പീസിനകത്തോട്ട് മറ്റേ അടിയിലത്തെ പീസുണ്ടല്ലോ അതിലോട്ട് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് മറ്റേ സൈഡ് 2 സൈഡുണ്ടല്ലോ ഒരു സൈഡ് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാം. കണ്ടോ? അതും തയ്ച്ചിട്ട് വരാം. വേണ്ട അതും തയ്ച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കണ്ട് ഇവിടെ ഈ ഭാഗം ഞാൻ പതിച്ചും തയ്ച്ചിട്ടുണ്ട്. കണ്ടോ? പതിച്ചും ചെയ്ത് ഈ ഭാഗം കൂട്ടിയും യോജിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇനി ഇതേമാതിരി തന്നെ മറ്റേ പീസും മറ്റേ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡും 2 ഇതിൻ്റെ തയ്ക്കാം. വേണ്ട ഇത് ഈ ഭാഗവും വെച്ച് ഇതേമാതിരി തന്നെ കൂട്ടി യോജിപ്പിക്കാം. വേണ്ട കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വരാം. അങ്ങനെ അതും തയ്ച്ച് 2 ഭാഗവും അങ്ങനെ തയ്ച്ചതാണ്ട. ഇനി ഇങ്ങനെ വരും. വേണ്ട നല്ല ലൂസായിട്ട് കിടക്കുന്നതാണ്ട പാൻറ്റിൻ്റെ ചെവിട് ഭാഗം. കണ്ട ഇത്രയും ലൂസ് വന്ന് ഇനിയിപ്പോൾ താഴോട്ട് ഉണ്ട്. ഇനി അടിഭാഗം ഇതിൻ്റെ പാൻറ്റിൻ്റെ കാലിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കണം. ഉണ്ട് ഈ ഭാഗം മടക്കി തയ്ച്ചതിന് ശേഷം മൊത്തത്തിൽ അങ്ങ് കൂട്ടി യോജിപ്പിക്കാം. നമുക്ക് മടക്കി തയ്ച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് മടക്കി വെക്കണം. വെച്ച് തയ്ച്ചതിന് ശേഷം തയ്ച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പുറത്തെ സൈഡും അതേമാതിരി പിന്നെ മടക്കി തയ്ച്ചിട്ട് വരാം. വേണ്ട അങ്ങനെ മടക്കി തയ്ച്ച് ഇത് കൂട്ടിയും യോജിപ്പിച്ചിട്ടുണ്ട്. കാലിൻ്റെ അടിഭാഗം മടക്കി തയ്ച്ചതിന് ശേഷം മൊത്തത്തിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. 2 ഡബിൾ സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ പ്ലേറ്റ് വെക്കണം. വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇത് പ്ലേറ്റ് വെക്കണം. സീറ്റിൻ്റെ ഭാഗത്തുള്ള ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് പിന്നെ പ്ലേറ്റ് വെക്കുക. അല്ലെങ്കിൽ 2 അപ്പുറം 2 സൈഡിലായാലും പ്ലേറ്റ് വെക്കാനും മതി. അതൊക്കെ അവരവരുടെ ഇഷ്ടം മാതിരി പ്ലേറ്റ് ചെയ്യും. ഞാൻ ഇത് മൊത്തത്തിൽ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ വണ്ണം എടുക്കണം. അളവ് പാൻറ്റിൻ്റെ വണ്ണം എത്ര നമ്മൾ 25 ഇഞ്ചല്ലേ അത് കറക്റ്റ് ആക്കണം. നമ്മൾ ഈ ഞുറു വെച്ചതിന് ശേഷം വേണ്ട ഇതിപ്പോൾ 26.5 ഉണ്ട്. അത് ഓരോ ഞുറു അങ്ങോട്ട് ശകലം വെച്ച് കുറച്ച് കൊടുത്താൽ മതി. നമ്മൾ ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇത് കൂട്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂട്ടി യോജിപ്പിക്കണം. ഇങ്ങനെ വെച്ച് കൂട്ടി യോജിപ്പിച്ചിട്ട് വരാം. 2 ഭാഗവും അപ്പുറവും ഇപ്പുറവും കൂട്ടി യോജിപ്പിച്ച് ഈ മൊത്തത്തിൽ മുകളിൽ മടക്കി തയ്ക്കാം. വള്ളി ഇടാനുള്ള ഭാഗം കെട്ടിട്ട് വേണം ആദ്യം തയ്ക്കാൻ. അവസാനം കെട്ടിട്ട് ഇറക്കണം. എല്ലാം എവിടെ തയ്ച്ചാലും കെട്ടിട്ട് തയ്ക്കണം. എന്നിട്ട് തയ്ച്ചതിന് ശേഷം ഇവിടെയും കൂട്ടി യോജിപ്പിക്കണം. വേണ്ട കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പാൻറ്റ് എടുത്തതിന് ശേഷം ഇത് നല്ല വശവും ചീത്ത വശവും ഒക്കെ നോക്കിയതിന് ശേഷം വേണ്ട ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ വള്ളി ഇടുന്ന ഭാഗം അതും ഈ പാൻറ്റിൻ്റെ ഈ തയ്യലിൻ്റെ ഭാഗവും കൂടെ വെച്ച് ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് തയ്ച്ചെടുക്കണം. കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പിന്നെ മറ്റേ വേസ്റ്റിൻ്റെ ഭാഗം കൂടുതലുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. കുറവുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് അഴിച്ചു കൊടുക്കണം. അത് ഒക്കെ യുക്തിപൂർവ്വം ഇതേ ചെയ്യണം. രണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. അല്ലെങ്കിൽ പതിച്ച് തയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യണം. കണ്ട നല്ല ലൂസായിട്ട് കിടപ്പുണ്ട്. പിന്നെ ഇനി വള്ളിയും കൂടെ തയ്ക്കണം നമുക്ക്. വേണ്ട ഇനി അളവ് പാൻറ്റ് എടുത്ത് വെച്ച് നമുക്ക് നോക്കാം. വേണ്ട ഇത് കണ്ട വള്ളിയും തയ്ച്ചിട്ടുണ്ട്. ഇനി അളവ് പാൻറ്റ് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഇത് കറക്റ്റാണെന്നോ നോക്കണം. ഇറക്കമൊക്കെ വണ്ണമൊക്കെ കറക്റ്റാവും കിട്ടും. നമ്മൾ അതേമാതിരി എടുത്തിട്ടുണ്ട്. ഇതേമാതിരി ഇറക്കം പിടിച്ച് നോക്കാം. കറക്റ്റ് ഇറക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.